ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. സർ, ഞങ്ങളിവിടെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം പല സ്ഥലത്തും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അതിനെ തുടർന്ന് മരണങ്ങളുണ്ടാകും. ഈ വിവരം സഭയിൽ ചർച്ച ചെയ്യണം, പൊതുജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണം എന്ന സതുദ്ദേശത്തോടു കൂടിയാണ് നോട്ടീസ് കൊടുക്കുന്നത്. സാർ, ഇവിടെ സംസാരിച്ച ഭരണകക്ഷി അംഗങ്ങൾ ഞങ്ങൾ ആരുടെയോ കൊട്ടേഷൻ എടുത്തിട്ടാണ് ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ സഭയുടെ ചരിത്രത്തിൽ കേരളത്തിൽ ബാധിച്ചിട്ടുള്ള പകർച്ചവ്യാധികൾ, രോഗങ്ങൾ എല്ലാം ചർച്ച ചെയ്ത പാരമ്പര്യമുള്ളൊരു സഭയാണ്. അമീബിക് മസ്തിഷ്ക ജ്വരത്തെക്കുറിച്ചുള്ള ആളുകളുടെ അറിവില്ലായ്മ, അജ്ഞത, ഗവൺമെൻറ്റിൻ്റെ കെടുകാര്യസ്ഥതകൾ, ഇതിനൊരു പരിഹാരം ഉണ്ടാകണം. അത് സഭയിൽ കൊണ്ടുവന്ന് ഫോക്കസിൽ കൊണ്ടുവന്ന് ആ വിഷയത്തിന് പരിഹാരമുണ്ടാക്കാൻ ഒരു വിഷയം കൊണ്ടുവരുമ്പോൾ ആരുടെ കൊട്ടേഷനാണ്? അമീബയുടെ കൊട്ടേഷനാണ്. അമീബയുടെ കൊട്ടേഷനാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. എന്താണ് ഈ പറയുന്നത്? രാഷ്ട്രീയം പറയണതിനൊരു പരിധി വേണ്ടേ, മര്യാദ വേണ്ടേ? ഞങ്ങൾ ആദ്യമല്ലേ എന്താ സ്ഥിതി? എന്താ നിങ്ങൾ മനസ്സിലാക്കണം. ഇത് വന്നിട്ട് 1965 ലോകത്ത് ആദ്യമായി അത് വന്നത്. ഇതുവരെ ലോകത്ത് 500-ൽ പരം കേസുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടുപിടിച്ച ഓസ്ട്രേലിയയിൽ 20 പേർക്ക് താഴെയുള്ളൂ. അമേരിക്കയിൽ ഇതുവരെ 150-ൽ പരം കേസുകളാണ്. ഈ ചെറിയ സംസ്ഥാനത്ത് കേരളത്തിൽ ഇതുവരെ 120-ലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഈ വർഷം മാത്രം 68 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കാതെ പോയത്, കഴിഞ്ഞ 15 ദിവസം 8 പേര് മരിച്ചു. 8 പേര് മരിച്ചു. കഴിഞ്ഞ ഈ 2025 69 പേഷ്യൻസ് ആണ്. 19 മരണമാണ് ഉണ്ടായത്. ഇതിന്റെ കണക്കുകളാണ്. 2023 8 കേസാണ്. 24 80 പേഷ്യൻസ് ആണ്. അപ്പൊ ഇതെങ്ങനെയാണ് വരുന്നത്? ഇതിന്റെ കാരണം എന്താണ്? ഇതിന്റെ ലക്ഷണങ്ങൾ എന്താണ്? ഇത് വരാൻ എന്തുകൊണ്ടാണ് ഇത് വരുന്നത്? എന്ത് കരുതൽ നടപടിയാണ് സ്വീകരിക്കേണ്ടത്? ചികിത്സയുടെ പ്രോട്ടോകോൾ എന്താണ്? സാർ, ഇതിനെല്ലാം ആരോഗ്യവകുപ്പ്, ഞാൻ ആ വാക്ക് അടിവരയിട്ട് പറയുന്ന ഇരുട്ടിൽ തപ്പുകയാണ്. ഒരു ചികിത്സാ പ്രോട്ടോകോൾ കൊടുത്തിട്ടില്ല, ഒരു ഡയറക്ഷൻ കൊടുത്തിട്ടില്ല. പകർച്ചവ്യാധി ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു രോഗമാണ്. ആ രോഗം വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവയർനെസ് വളരെ പ്രധാനപ്പെട്ടതല്ലേ? ആ അവയർനെസ്സിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊരു ഡയറക്ഷൻ താഴേക്ക് പോയിട്ടുണ്ടോ? ഇത് ഇപ്പോ 4 മാസം പ്രായമുള്ള കുട്ടിക്ക് വരെ ഇത് ബാധിച്ചു. അപ്പൊ ഇത് കുളത്തിൽ മുങ്ങിക്കുളിച്ചിട്ടാണ്, ചെളിയുള്ള വെള്ളത്തിൽ മുങ്ങിക്കുളിച്ചിട്ടാണ്, സ്വിമ്മിംഗ് പൂളിൽ മുങ്ങിക്കുളിച്ചിട്ടാണ് എന്നൊക്കെയുള്ള പ്രചരണം വരെയാണ് പുറത്ത്. 4 മാസം പ്രായമുള്ള കുട്ടി ഏത് സ്വിമ്മിംഗ് പൂളിലാണ് മുങ്ങിക്കുളിച്ചത്? അപ്പൊ അല്ലാതെയും വരുന്നുണ്ട്. കിണറ്റിലെ വെള്ളം ഉപയോഗിച്ചവർക്ക് വരുന്നുണ്ട്, പല രീതിയിൽ വരുന്നുണ്ട്. മരണമാണ്. നിങ്ങൾ ഗൗരവത്തോടുകൂടി കാണണ്ടേ? ഇതാരാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് സപ്പോസ് ഇഫ് ദേ ആർ നോട്ട് കോമ്പീറ്റന്റ് ടു ഫൈൻഡ് ഔട്ട് ദ ഡീറ്റെയിൽസ്, നിങ്ങൾ എക്സ്പേർട്ട് ഏജൻസികളുടെ സഹായം മേടിക്കണ്ടേ? നിങ്ങൾ സെൻട്രൽ ഗവൺമെന്റിന്റെ ഹെൽത്ത് മിനിസ്ട്രിയുടെ സഹായം തേടണ്ടേ? നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. എന്താണ് ലക്ഷണമെന്നോ എന്താണ് പ്രിവെന്റീവ് ആക്ഷൻ എന്നോ എങ്ങനെയാണ് ശ്രദ്ധിക്കുന്നതെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ എക്സ്പേർട്ട് ഏജൻസികളെ സമീപിക്കണം, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സഹായം ആവശ്യപ്പെടണം. നമ്മൾ അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? അതല്ലേ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അതിന് പകരം 10 കൊല്ലം മുമ്പുള്ള കഥ പറയാം. ഇന്നലെ മന്ത്രി തുടങ്ങി വെച്ചതാണ് ചോദ്യോത്തര വേളയിൽ. 10 കൊല്ലം മുമ്പുള്ള കഥ. ഞാനിപ്പോൾ ഏതായാലും നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസിനെ കുറിച്ച് പറഞ്ഞു. ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് ഇല്ലേ? എന്താണ് ഇന്നലെ പറഞ്ഞത്? ഇവിടെ നാഷണൽ ഹെൽത്ത് അക്കൗണ്ട്സിന്റെ 23-24 റിപ്പോർട്ടുണ്ട്. ഇതിന്റെ ഡാറ്റ 2021-22. ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് ഉള്ള സ്റ്റേറ്റ് കേരള. ഏറ്റവും കൂടുതൽ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് ഇന്ത്യയിൽ. കേക്ക്, അത് ഡിക്ലൈനിങ് ആണ് ഇന്ത്യ മുഴുവൻ. ഏറ്റവും സ്ലോ ഡിക്ലൈൻ ഉള്ളത് കേരളത്തിലാണ്. ഇപ്പൊ പോലും 21-22 ഡാറ്റ അനുസരിച്ചിട്ട് 59.1% ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ്. അതിപ്പോ ഇപ്പോഴത്തെ കണക്ക് അത് 70-യുടെ അടുത്തെത്തിയിരുന്ന 70%. മനസ്സിലായേ? അതേ അവസരത്തിൽ തമിഴ്നാട്, തൊട്ട അയൽവക്ക സംസ്ഥാനം,
അവിടെ 2016-17 62%. ഇപ്പോൾ അവിടെ 34% ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് കുറഞ്ഞു. UP ഒഴിച്ചുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലും ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് ഗണ്യമായി കുറഞ്ഞപ്പോൾ അത് കുറയാത്ത സ്ഥലമാണ്. ഇനി ടേംസ് വെച്ചിട്ടാണെങ്കിൽ നേരത്തെ 2016-17 5419 രൂപയായിരുന്നു എങ്കിൽ അത് പെർ ക്യാപിറ്റ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് എങ്കിൽ ഇപ്പം അത് 7889. ഇതാണ് യഥാർത്ഥ സ്ഥിതി. ഇത് 10 കൊല്ലം മുമ്പുള്ള കണക്ക് പറയാം. 10 കൊല്ലം 20 കൊല്ലം മുമ്പുള്ള കണക്ക് ഏത് കാര്യത്തിലും പറയാം. ആരോഗ്യ കേരളം എല്ലാവരും കൂടി കെട്ടിപ്പടുത്താണ്. അത് മിഷണറിമാർ സഹായിച്ചിട്ടുണ്ട്, സാമൂഹ്യ സംഘടനകൾ സഹായിച്ചിട്ടുണ്ട്, മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ എല്ലാ കാലത്തും അതിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. മറ്റുള്ള സംസ്ഥാനങ്ങളെക്കാൾ മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനം, ഇൻഫന്റ് മോർട്ടാലിറ്റി കുറച്ചത് ഉൾപ്പെടെയുള്ള നിരവധി നേട്ടങ്ങളുണ്ട്. പക്ഷേ നമ്മളിതെല്ലാം ഒന്നാമതാണ് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത് സ്റ്റാഗ്നൻ്റ് ആണ്. നമ്മളിത് തിരിച്ചറിയണം. ബാക്കിയുള്ള സ്ഥലത്തുണ്ടാകുന്നത് പോലെ ഒരു മാറ്റം പല കാര്യങ്ങളിലും ഉണ്ടാകുന്നില്ല. നമ്മൾ 10, 20, 25 വർഷം പുറകിലേക്ക് പോവാണ്. ലോകത്തുള്ള എല്ലാ രോഗങ്ങളും ഇന്ന് കേരളത്തിലുണ്ട്. നമ്മളത് മനസ്സിലാക്ക്. എല്ലാ രോഗങ്ങളും ഇവിടെ പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. എല്ലാ ലെപ്റ്റോ ഉണ്ട്, ഡെങ്കു ഫീവർ ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ട്, കോളറയുണ്ട്, ടൈഫോയിഡ് ഉണ്ട്, മുഴുവൻ രോഗങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. എന്താ കാരണം? നമ്മൾ അന്വേഷിക്കണ്ടേ? നമ്മൾ ഹെൽത്ത് ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ടേ? അത് പരിഹരിക്കാനുള്ള സംവിധാനം വേണ്ടേ? ലൈഫ് സ്റ്റൈൽ ഡിസീസ് വളരെ കൂടുതലായി വർദ്ധിക്കുന്നുണ്ട്. നമ്മളെല്ലാം ജനപ്രതിനിധികളല്ലേ? നമ്മൾ മരണ വീടുകളിൽ പോകുന്നവരല്ലേ? കേരളത്തിലെ MLA അല്ലേ? ഞാൻ ഇതിനു മുമ്പ് 1 വർഷം മുമ്പ് പറഞ്ഞു, കോവിഡിന് ശേഷം കേരളത്തിലെ മരണനിരക്ക് വർദ്ധിച്ചു. നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ അന്വേഷിക്കാറില്ല എന്തുകൊണ്ടാണ് മരിക്കുന്നതെന്ന്? പെട്ടെന്ന് യാതൊരു പ്രീസിഡൻസും ഇല്ലാത്ത ആൾ കാർഡിയാക് അറസ്റ്റ് വന്ന് മരിക്കുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ടോ ഇല്ലയോ? MLA പറ, കൂടിയിട്ടില്ലേ? കുഴഞ്ഞു വീണ് മരിക്കുന്നവർ, സ്ട്രോക്ക് വന്ന് വരുന്നവരുടെ നമ്പർ കൂടിയിട്ടില്ലേ? ക്യാൻസറിന്റെ കൂടിയിട്ടില്ലേ? അതുപോലെ ഓക്സിജൻ കുറയുന്നത്, സോഡിയം കുറയുന്നത്, ലങ്സ് ഡിസീസ്, വളരെ അപകടകരമായ തരത്തിൽ കേരളത്തിൽ മരണനിരക്ക് വർദ്ധിക്കുകയും അപ്പോൾ ഒരു പോസ്റ്റ് കോവിഡ് അനാലിസിസ് ഞാൻ കഴിഞ്ഞ വർഷം ഇതിവിടെ പറഞ്ഞപ്പോൾ മന്ത്രി പറഞ്ഞു ഒരു ശാസ്ത്രീയമായ അടിത്തറയില്ല. ശാസ്ത്രീയമായ അടിത്തറ വേണ്ടത് ഗവൺമെന്റിനാണ്. ഗവൺമെന്റിന്റെ കയ്യിൽ ഹെൽത്ത് ഡാറ്റയുണ്ട്. നിങ്ങൾ 14 ജില്ലകളിലെ 14 പഞ്ചായത്തുകൾ നിങ്ങൾ പരിശോധിക്കുക. ഈ കോവിഡിന് മുമ്പുള്ള മരണനിരക്കും കോവിഡിന് ശേഷമുള്ള മരണനിരക്കും അവിടുത്തെ ലോക്കൽ പഞ്ചായത്തിൽ ഡെത്ത് രജിസ്ട്രേഷൻ വെച്ച് നോക്ക്. എന്നിട്ട് നിങ്ങൾ പരിശോധിക്കുക എന്താ മരണകാരണം, ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവരാണ് മരിക്കുന്നത്. അതിനൊക്കെയല്ലേ ആരോഗ്യ വകുപ്പ്. നിങ്ങൾ ഇതൊന്നും ചെയ്യില്ല. ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആകാശത്തേക്ക് നോക്കും. ഈ സംവിധാനം ചെയ്യണ്ടേ ആരോഗ്യ വകുപ്പ്? അപകടകരമായ രീതിയിലേക്ക് കേരളത്തിലെ ആരോഗ്യ രംഗം പോവുകയാണ്. മനുഷ്യന്റെ ആരോഗ്യം പോവുകയാണ്. നമുക്ക് ഒരു ഇതുമില്ലാത്ത ആളുകൾ പെട്ടെന്ന് മരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതെല്ലാം ബന്ധപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ അമീബിക് ജ്വരം വന്നപ്പോൾ എപ്പോഴും ഈ 10 കൊല്ലം മുമ്പ് പോകുന്ന എന്തിനാ? പോയി അബദ്ധത്തിൽപ്പെട്ടില്ലേ മന്ത്രി? 2018 ഒരു സാധനം സ്ക്രാപ്പ് ചെയ്ത് 2013 അമീബിക് മസ്തിഷ്ക ജ്വരത്തെക്കുറിച്ച് കേരളത്തിലെ ആരോഗ്യവകുപ്പ് ഒരു സ്റ്റഡി നടത്തിയിട്ട് ഗവൺമെന്റിന് കൊടുത്തിട്ട് ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയാനുള്ളത്, കേരളത്തിലെ അമീബിക് മസ്തിഷ്ക ജ്വരം ആദ്യം റിപ്പോർട്ട് ചെയ്തെന്ന ഫസ്റ്റ് കേസ് 2016 ഫസ്റ്റ് കേസ് 2016 ഫസ്റ്റ് കേസ് റിപ്പോർട്ട് ചെയ്ത് 2013 അതല്ല. 2013 അതിൻ്റെ റിസൾട്ട് ഇതാണ്. മോസ്റ്റ് ഓഫ് ദി കോർണിയൽ അൾസേഴ്സ് റെസ്പോണ്ടഡ് വെൽ ടു ട്രീറ്റ്മെന്റ് വിച്ച് വാസ് സ്റ്റാർട്ടഡ് early in their course due to early detection of the parasite by direct microscopy of confirmation. കണ്ണിൽ വരുന്ന ഒരു അൾസറിനെ കുറിച്ചുള്ള സ്റ്റഡി റിപ്പോർട്ടാണ്. അതാണ് 2018 ജേർണലിൽ വന്നത്. 2013 അമീബിക് മസ്തിഷ്ക ജ്വരത്തെക്കുറിച്ച് ഇവിടെ റിപ്പോർട്ട് കൊടുത്തു. ഗവൺമെന്റ് നടപടി സ്വീകരിച്ചില്ല. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് 12 കൊല്ലം മുമ്പ് നടപടി സ്വീകരിക്കാത്തതുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോൾ ഈ മസ്തിഷ്ക ജ്വരം വരുന്നതെന്ന് ഈ ആരോഗ്യമന്ത്രി അല്ലാതെ ആരെങ്കിലും പറയോ? ഇനി വച്ചെന്നിരിക്കട്ടെ. അതിനു മുമ്പ് നിങ്ങളിവിടെ ഇരിക്കുന്നത് 9.5 കൊല്ലമായില്ലേ? 9.5 കൊല്ലമായില്ലേ? ഇവിടെ 3 കൊല്ലമായിട്ട് മസ്തിഷ്ക ജ്വരം 2021 തൊട്ട് റിപ്പോർട്ട് ചെയ്ത് വരുമല്ലേ?
എല്ലാ ഡീറ്റെയിൽസും എൻ്റെ കയ്യിലുണ്ട്. എന്ന് മുതലാണെന്ന് മന്ത്രി തന്നെ പറഞ്ഞുണ്ട്. The minister said that while the first case came to light in 2016 in Tiramala ward, 2 cases each came to light in Malappuram in 2019 and 2020. ഇതാണ്. എന്നിട്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് എന്ന് ഒരു ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ഒരു മന്ത്രിസ്ഥാനത്തിരിക്കുമ്പോൾ എന്തിനാണ് 12 കൊല്ലം മുമ്പ് ഭരിച്ച ഒരു ഗവൺമെന്റിന്റെ തലയിൽ കൊണ്ടുപോയി അത് കെട്ടിവെക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നത്? 2013 2016 ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്ത് ഞാൻ മന്ത്രി മറുപടി പറഞ്ഞു. എല്ലാ രേഖകളും ഇത് മീഡിയ സ്കാനിങ് ആൻഡ് വെരിഫിക്കേഷൻ സെല്ലാണ്, സെൻട്രൽ ഗവൺമെന്റിന്റെ പബ്ലിക്കേഷൻ ഡേറ്റ് ആണ്. അതിലാണ് സംസ്ഥാനത്തെ മന്ത്രി വീണ ജോർജ് പറഞ്ഞതിനെ കുറിച്ച് ഇതിനകത്തുള്ളത്. ആദ്യത്തെ കേസ് 2016 കേരളത്തിലെ ഹെൽത്ത് മിനിസ്റ്റർ പറഞ്ഞിരിക്കുക. എന്നിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. നാടൊരു സിറ്റുവേഷൻ നേരിടുമ്പോൾ, ഒരു പ്രശ്നം നേരിടുമ്പോൾ ഞങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യില്ല. ഏത് കാര്യത്തിനാണ് ഞങ്ങളെ സപ്പോർട്ട് ഇല്ലാത്തത്? ഏത് നല്ല കാര്യത്തിനാണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാത്തത്? എന്തിനാണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാത്തത്? ഇങ്ങനത്തെ ഒരു രോഗത്തെ നേരിടുന്ന കാര്യത്തിൽ ഞങ്ങൾ ആരെങ്കിലും എതിർക്കൂ? ഞങ്ങൾ ഗവൺമെന്റിന് എല്ലാ പിന്തുണയും ഞങ്ങൾ കൊടുക്കില്ലേ? പക്ഷേ നിങ്ങളെല്ലാം രാഷ്ട്രീയമാക്കി മാറ്റുകയാണ്. ഒരു മുൻകരുതലും ഇക്കാര്യത്തിൽ എടുത്തിട്ടില്ല. ഉറവിടം കണ്ടെത്തുന്നതിൽ പൂർണ്ണമായ പരാജയമാണ്. നിങ്ങൾ റിയാക്റ്റീവായിട്ടാണ് പ്രതികരിക്കുന്നത്. നിങ്ങൾ പ്രോ ആക്റ്റീവായിട്ട് നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ പബ്ലിക്കിന് ഒരു ഡയറക്ഷൻ കൊടുത്തിട്ടില്ല. ഇതെല്ലാം നമ്മുടെ മരണനിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് കാര്യം ഗൗരവമായി നമ്മൾ പരിശോധിക്കണ്ടേ? അതിനു പകരം നിങ്ങൾ എന്തെല്ലാമാണ് പറയുന്നത്? പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയാണ്. 10 കൊല്ലം മുമ്പ് നിങ്ങൾ ഓരോ വകുപ്പിലും എടുത്തു നോക്ക്. 10 കൊല്ലം മുമ്പ് ഓരോ വകുപ്പിലെ അലോക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അലോക്കേഷനായിട്ട് താരതമ്യമുണ്ടോ? അച്യുതാനന്ദ ഗവൺമെന്റുമായിട്ട് നിങ്ങൾ താരതമ്യപ്പെടുത്ത്. ഹെൽത്തിലെ അലോക്കേഷൻ എന്തായിരുന്നു? അതിനേക്കാൾ കൂടുതലായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ വന്നപ്പോൾ അലോക്കേഷൻ. അതിനേക്കാൾ കൂടുതലായിരുന്നു പിണറായി സർക്കാർ വരുമ്പോൾ. എല്ലാ കാലത്തിൻ്റെ മരുന്നിന് ഇത്രയും ചെലവാക്കി. 10 കൊല്ലം മുമ്പ് മരുന്നിന് ഈ വിലയാണോ? മരുന്നിന് ഈ വിലയാണോ? മരുന്നിന് ഈ വിലയാണോ കൊടുക്കുന്നത്? അരിക്ക് ഈ വിലയാണോ? വെളിച്ചെണ്ണയ്ക്ക് ഈ വിലയാണോ? 10 കൊല്ലം മുമ്പ് 60 രൂപയുള്ളൂ വെളിച്ചെണ്ണയ്ക്ക്. ഇപ്പം എത്ര? 450 രൂപയാണ് വെളിച്ചെണ്ണയ്ക്ക്. അരിക്ക് ഇത്രയും വില ഉണ്ടായില്ലല്ലോ. പഞ്ചസാരയ്ക്ക് ഇത്രയും വില ഉണ്ടായില്ല. ഇതാണ് കണക്ക്. എല്ലാം പഴയ ഗവൺമെന്റുമായി താരതമ്യപ്പെടുത്തിയിട്ട് കണക്ക് പറയുകയാണ്. ചില സ്ഥലത്ത് പെർസെൻറ്റേജ് പറയും ബുദ്ധിപൂർവ്വം, ചില സ്ഥലത്ത് ആക്ച്വൽസ് പറയും. ആ ഒരു പ്രതിരോധം എന്ന് പറയുന്നത് ദുർബലമായ പ്രതിരോധമാണ്. കേരളം നേരിടുന്ന ഗൗരവമായ, ഞങ്ങൾ പറഞ്ഞെന്താ, ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്ന് പറയാൻ കാര്യം. ഇവിടെ അതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു സബ്മിഷൻ ഇവിടെ വായിച്ചു. ബഹുമാനപ്പെട്ട നമ്മുടെ കോന്നി അംഗം വായിച്ചു. അതെന്താണെന്നറിയാമോ? അതുകൂടി പറഞ്ഞുതരാം. ഞങ്ങൾ ഇതുപോലത്തെ സ്തുതിപാഠക സംഘമായിരുന്നില്ല. ഞങ്ങളൊക്കെ ഭരണകക്ഷിയിലിരിക്കുമ്പോൾ അവിടെ ഒരു സിറ്റുവേഷൻ വന്നു. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ്റെ ഒരു ടെൻഡർ എല്ലാ സപ്ലയേഴ്സും കൂടി കാർട്ടൽ രൂപീകരിച്ച് അതിൽ പങ്കെടുക്കേണ്ടതെന്ന് തീരുമാനിച്ചു. കാരണം മരുന്നിൻ്റെ വില കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രഷർ ആ ഗവൺമെൻറ്റിൻ്റെ മീതെ ചെലുത്തിയതാണ് അന്ന് 2014. അപ്പോൾ മരുന്നിൻ്റെ ഡിലേ വന്നു. അത് റീടെൻഡർ ചെയ്തപ്പോൾ രണ്ടാമത് റീടെൻഡർ ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് വീണ്ടും സപ്ലൈസിൽ നിന്ന് സാധനം മേടിക്കാനുള്ള ഒരു ഡിലേ വന്നു. ആ ഡിലേ കൂടുതലാകരുത് എന്ന് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു അംഗം എന്ന നിലയിൽ ഞാൻ ശ്രദ്ധയപ്പെടുത്തി. ഗവൺമെൻറ് അപ്പോൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാ സ്ഥലത്തും. എവിടെയൊക്കെയാണ്? നീതി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന്, കാരുണ്യ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് എല്ലായിടത്തും ലോക്കൽ പർച്ചേസ് നടത്താൻ. ഒരു സ്ഥലത്തും മരുന്നിൻ്റെ ഒരു ക്ഷാമം ഉണ്ടായില്ല. മന്ത്രി ശിവകുമാർ ഇവിടെ കൊടുത്ത മനോഹരമായ മറുപടിയുണ്ട്, എനിക്ക് തന്ന മറുപടിയുണ്ട്. എടുത്തിരിക്കുന്ന ഓരോ സ്റ്റെപ്പിനെ കുറിച്ചും, കൃത്യമായ സ്റ്റെപ്പിനെ കുറിച്ചും. ഒരു സാധനത്തിന് പോലും എന്തിനൊക്കെയാണ് ക്ഷാമം എന്ന് പറഞ്ഞാൽ ആ ക്ഷാമം ഉള്ള കാര്യങ്ങൾ ലോക്കൽ പർച്ചേസ് നടത്താൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് ലോക്കൽ പർച്ചേസ് നടത്തിയാൽ നമ്മുടെ ആശുപത്രി വികസന ഫണ്ടിലെ പണം മുഴുവൻ ഇല്ലാതാവും. അപ്പോൾ അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിച്ച് ടെൻഡർ പ്രൊസീജിയർ മുന്നോട്ട് കൊണ്ടുവന്ന്. ഇപ്പം ആ ടെൻഷനില്ല. ആശുപത്രി വികസന ഫണ്ടിൽ 5 പൈസയില്ല. കാരണം കാരുണ്യയുടെ ഒന്നും പൈസ കൊടുത്തിട്ടില്ല. ഒരു പൈസ ഇല്ല. ഒരു വികസന സമിതിയിൽ ഒരു നയാ പൈസ ഇല്ല ഇപ്പം. അപ്പം അത് ഒരു ഒരു ഭരണക്രമത്തിലെ ഒരു നടപടിക്രമത്തിൽ ഡിലേ വരുത്താതിരിക്കാൻ വേണ്ടി ഒരു അംഗം. ഞങ്ങൾക്ക് ഇതല്ലായിരുന്നു. ഇപ്പം നിങ്ങൾ ചെയ്ത പണിയല്ല ഞങ്ങൾ ചെയ്തത്. ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. നല്ല മറുപടിയും തന്നു. അദ്ദേഹം സമയബന്ധിതമായിട്ടുള്ളൊരു പ്രോജക്റ്റ് പ്രഖ്യാപിച്ചു. ആ സമയബന്ധിതമായി തന്നെ എല്ലാ സ്ഥലത്തും മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ്റെ ടെൻഡർ വഴി തന്നെ മരുന്നെത്തിച്ച് അങ്ങ് ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയതിന് ഞാൻ പ്രത്യേകമായിട്ടുള്ള നന്ദി പറയുകയാണ്. സർ,
ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് ഫണ്ടുകൾ കുറവാണെന്ന്. ഈ ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് ഫണ്ടുകളിൽ വരുന്ന തുക എന്ന് പറയുന്നത് അവിടെ വരുന്ന രോഗികൾ കൊടുക്കുന്ന തുകയായിരിക്കുമല്ലോ. അപ്പം അങ്ങനെയാണ് ഈ രോഗികളുടെ എണ്ണം കുറയുമ്പോഴാണുള്ള തുക കുറയുന്നത്. ഞാൻ പറഞ്ഞെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞ ആ തുക ഇപ്പം ഇല്ല, കാരണം പൈസ ചെലവാക്കാനില്ല. കാരുണ്യ പദ്ധതി അടക്കം എത്ര കോടി രൂപയാണ് ഗവൺമെന്റ് കൊടുക്കാനുള്ളത്? ആശുപത്രികൾക്ക്, സ്വകാര്യ ആശുപത്രികൾക്ക്, സർക്കാർ ആശുപത്രികൾക്കും കൊടുക്കാനുള്ളത് കോടിക്കണക്കിന് രൂപ, ഏകദേശം 1800-നും 2000 കോടി രൂപ വരും. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കൃത്യമായി പണം കൊടുക്കാത്തതുകൊണ്ടാണ് അവർ സപ്ലൈ ഡിലേ ചെയ്തത്. പല സ്ഥലത്തും മരുന്നിന്റെ ഡെഫിഷ്യൻസി വന്നു. ഞങ്ങൾ പറയണ്ടേ? ഞങ്ങളുടെ ഗവൺമെന്റ് ഇരിക്കുമ്പോഴും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വന്ന ഞങ്ങളൊക്കെ സാധാരണക്കാരെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഈ ഹൗസിൽ വരുന്നത്. അവിടെ ആശുപത്രിയിൽ മരുന്നില്ലെങ്കിൽ ജനപ്രതിനിധികളെ വിളിച്ച് ഫോണിൽ പറയും ആശുപത്രിയിൽ ഇന്ന മരുന്നില്ല. ഇപ്പം ഞങ്ങൾ അന്വേഷിക്കും. ഞങ്ങൾ അന്വേഷിച്ച് DMOയെ വിളിക്കും, DHSനെ വിളിക്കും, മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനെ വിളിക്കും. എന്താ കാരണമെന്ന് ചോദിക്കും. അങ്ങനെയാണ് ജനപ്രതിനിധികൾ ചെയ്യുന്നത്. ജനങ്ങളോടൊപ്പം ആണ് ജനപ്രതിനിധികൾ ചെയ്യുന്നത്. സാറേ, ആരോഗ്യ കേരളത്തിലെ ആരാണ് പരാതി പറഞ്ഞത്? ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ് വന്നത്, ഇടതുപക്ഷ സഹയാത്രികൻ. കഴിഞ്ഞ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഇട്ട പോസ്റ്റ് മുഴുവൻ നിങ്ങളുടെ സ്ഥാനാർത്ഥി ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ടത്. എന്നിട്ടാണ് അദ്ദേഹം വന്നു. രാഷ്ട്രീയമല്ലല്ലോ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമുണ്ടോ? അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സ്പീക്കർ സമയക്കുറവുള്ളതുകൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ അധികം നീട്ടിക്കൊണ്ടുവന്നത് അനൗചിത്യമാണ്. ഞാൻ പെട്ടെന്ന് ചുരുക്കാം, അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചു. സർ, അങ്ങ് ആ സബ്മിഷനിൽ പറഞ്ഞത് HDS ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ ആശുപത്രികളിൽ താൽക്കാലികമായി നേഴ്സുമാർക്കും മറ്റാളുകൾക്കുമെല്ലാം കൊടുക്കുകയാണ്. ആവശ്യത്തിന് ജീവനക്കാരില്ല, അതുകൊണ്ടാണ് ആ ഫണ്ട് പോലും ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതി. അങ്ങ് ഈ പറഞ്ഞ സാഹചര്യം എന്ന് പറയുന്നത് നമുക്കറിയാം. വലിയ നിലയിൽ മരുന്നു മാഫിയ മന്ത്രിയുടെ ബന്ധുക്കളെ ഉൾപ്പെടെ തട്ടിക്കൊണ്ടു പോകുന്നു എന്നെല്ലാം പറഞ്ഞുള്ള ആരോപണങ്ങൾ ഉയർന്നു. 15 കോടി രൂപ വാങ്ങി എന്നൊക്കെ ആരോപണങ്ങൾ വരുന്നു. ആ ഘട്ടത്തിലാണ് അങ്ങ് പറഞ്ഞത് ഞാനത് ഉദ്ധരിക്കാൻ കാരണം ആ കാലത്തെ അവസ്ഥ അങ്ങ് തന്നെ പറഞ്ഞത് വെച്ചാണ്. സർ, ഇങ്ങനെ ചോദ്യം ചോദിച്ചിട്ട് അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കരുത്. സർ, അദ്ദേഹം ഇപ്പോൾ ഉന്നയിച്ച ഈ ചോദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആരോപണം അങ്ങ് രേഖകളിൽ നിന്ന് നീക്കം ചെയ്യണം. തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ചോദ്യം ചോദിക്കാൻ നമ്മൾ അനുമതി കൊടുത്തപ്പോൾ ഇതിനു മുൻപ് ഈ സഭയിൽ ഉണ്ടാകാതിരുന്ന ആരോഗ്യമന്ത്രിയെ കുറിച്ച് വളരെ മോശമായ ഇത് നടത്തിയത് ഒരു അംഗത്തിന് യോജിച്ചതല്ല, തെറ്റാണ്. അങ്ങ് കിട്ടിയ അവസരം തെറ്റായിട്ട് ഉപയോഗിച്ചു. സാർ, അവിടെ പറഞ്ഞിരിക്കുന്നത് ആശുപത്രി വികസന ഫണ്ടിലെ പണം താൽക്കാലിക ജീവനക്കാർക്ക് കൊടുക്കാനും നഴ്സുമാരെവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ ആ നഴ്സുമാരെ വെക്കാനും പാരാമെഡിക്കൽ സ്റ്റാഫിനൊക്കെ എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ വെക്കാനൊക്കെ വേണ്ടിയിട്ടാണ് സാധാരണ ആ ഫണ്ട് ഉപയോഗിക്കുന്നത്. നന്നായി നടത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ്. സാർ, ഇവിടെയുള്ള ഗൗരവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആശുപത്രികളിൽ ഉപകരണങ്ങളില്ല, ആശുപത്രികളിൽ മരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സർജറി പറഞ്ഞ ഒരാൾ, എൻ്റെ സ്നേഹിതൻ, പഞ്ഞി വാങ്ങിച്ചുകൊണ്ട് പോകേണ്ടി വന്നു. കോട്ടൺ പഞ്ഞി, ഞാൻ തെളിവ് തരാം. കോട്ടൺ വാങ്ങിച്ചുകൊണ്ട് വന്നു, പുറത്തുനിന്ന് കോട്ടൺ മേടിക്കേണ്ടി വന്നു, സൂചി വാങ്ങിക്കേണ്ടി വന്നു. പല സ്ഥലത്തും ഒരു കാര്യമില്ല. ഇന്നിപ്പോൾ ഒരു രാവിലെ റിപ്പോർട്ട് കളമശ്ശേരിയിൽ നിന്നും തോളിലെ ഒരു ഞരമ്പിന് പ്രശ്നമാണ്, അതിന് കീ ഹോൾ സർജറി ചെയ്യണം, 90,000 രൂപ കൊടുക്കാൻ പറയുകയാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ. സാദത്ത് ഇടപെട്ട് അവിടുത്തെ സൂപ്രണ്ടിനെ വിളിച്ചു പേഷ്യൻറ്റിനെ അങ്ങോട്ട് പറഞ്ഞുവിടാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു തോളല്ല ഒരു ഞരമ്പിന് കീ ഹോൾ ചെയ്യാൻ അവിടെ ചെല്ലുന്ന പേഷ്യൻ്റ് 90,000 രൂപ കൊടുക്കണമെങ്കിൽ പിന്നെ എന്തിനാ സാർ സർക്കാർ ആശുപത്രിയിൽ പോകണം? ഞങ്ങൾ സർക്കാർ സംവിധാനം കൂടുതൽ മെച്ചപ്പെടുത്തണം, സർക്കാർ ആശുപത്രികൾ ശ്രദ്ധിക്കണം. അപകടകരമായ നിലയിലേക്ക് കേരളത്തിലെ പബ്ലിക് ഹെൽത്ത് പോവുകയാണ്. പബ്ലിക് ഹെൽത്ത് വളരെ മോശമായി പോവുകയാണ്. സാംക്രമിക രോഗങ്ങളും സാംക്രമികമല്ലാത്ത രോഗങ്ങളും വർദ്ധിക്കുകയാണ്. ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൂടുകയാണ്. ഗൗരവതരമായ പഠനം നടത്തി അതിന് പരിഹാരമുണ്ടാക്കിയില്ലെങ്കിൽ ഈ ആരോഗ്യ കേരളത്തെ വെന്റിലേറ്ററിൽ നിന്ന് രക്ഷിക്കണ്ടേ? വെന്റിലേറ്റർ പഴയ കണക്ക് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? സാറി, മന്ത്രി മുഴുവൻ ചെയ്യുന്നത് പഴയ കണക്കാണ്. ഈ അമീബിക്ക് മസ്തിഷ്ക ജ്വരം എങ്ങനെയാണ് ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്നതെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല, ആർക്കും അറിയില്ല. നമ്മളെ വിളിച്ച ആളുകൾ ചോദിക്കുന്നുണ്ട്, നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? മറ്റേത് അങ്ങനെയാണോ? ഇവിടെ കോവിഡ്, ഞാൻ എല്ലാത്തിനൊന്നും മറുപടി പറയുന്നില്ല. കോവിഡിന്റെ കാലമൊക്കെ ഇവിടെ പറഞ്ഞല്ലോ.
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ ഉണ്ടായിരുന്ന രണ്ടാമത്തെ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കോവിഡ് മൂലം മരിച്ച രണ്ടാമത്തെ സംസ്ഥാനമാണ് കേരളം. ഒന്നാമത്തെ മഹാരാഷ്ട്രയുടെ പോപ്പുലേഷൻ കേരളത്തിന്റെ 3 ഇരട്ടിയാ. 9.5 കോടി ആണ്. 28,000 പേര് മരിച്ചത് ഒളിപ്പിച്ചു വെച്ച സർക്കാരാണ്. ഞങ്ങളിവിടെ കൊണ്ടുവന്ന് ഒരു മിനിറ്റ് ഞാൻ കൺക്ലൂഡ് ചെയ്തു. ഞങ്ങളിവിടെ പുറത്തു കൊണ്ടുവന്ന് ഇവിടെ ആദ്യത്തെ അടിയന്തര പ്രമേയം കൊണ്ടുവന്നപ്പോ ചക്ക വീണാണ് ആള് ചത്തതെന്ന് പറഞ്ഞ മന്ത്രിയാണ്. പിന്നീട് 28,000 പേരുടെ പേര് നിങ്ങളുടെ ആദ്യത്തെ സർക്കാർ ഒളിപ്പിച്ചു വെച്ച 28,000 പേര് കോവിഡ് മൂലം മരിച്ചവരുടെ പേര് പിന്നെ പുറത്തു വന്നല്ലോ. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടായിരുന്നില്ല. ആ 28,000 പേരുടെ പേര് തെരഞ്ഞെടുപ്പിന് ശേഷമാണ് 28,000 പേരുടെ പേര് പുറത്തു വന്നത്. എന്നിട്ട് ഇപ്പോഴും കോവിഡിൽ മുഴുവൻ നടന്നത് കൊള്ളയും കവർച്ചയുമാണ്. കൊള്ളയും കവർച്ചയുമാണ്. മനസ്സിലായില്ലേ? മരണ വീട്ടിൽ പോക്കറ്റ് അടിച്ചു, വിശ്വനാഥ് പറഞ്ഞതുപോലെ. അങ്ങനെ അങ്ങേക്ക് കൂടുതൽ ശബ്ദം ഉണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി എടുക്കണം. ഇവിടെയല്ല. ഞങ്ങൾ സംസാരിക്കുമ്പോഴൊന്നും ഇയാൾക്ക് കൂടുതൽ ശബ്ദം ഉണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി എടുക്കണം. സഭയിൽ വന്നിട്ടല്ല ഇവിടെ കാണിക്കുന്നതായിരുന്നു. ഞങ്ങൾ വരട്ടും ശബ്ദം കാണിച്ചു. അതുകൊണ്ട് കോവിഡ് കാലത്തെ ഒന്നൊരു ക്രെഡിറ്റ് എടുക്കണ്ട. ഈ കാലഘട്ടത്തിൽ ആരോഗ്യ കേരളത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് കേരളം മുഴുവൻ ഉറ്റുനോക്കിയിരിക്കുകയാണ്. കേരളത്തിലെ സാധാരണക്കാർ, പാവപ്പെട്ടവർ മെഡിക്കൽ കോളേജുകളും സർക്കാർ ആശുപത്രികളും ആശ്രയിക്കുമ്പോൾ അവർക്ക് അവിടെ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം അവിടെ നിൽക്കുന്നു. ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. മെഡിസിൻ ഇല്ല, എക്യുപ്മെന്റ്. ഡോക്ടർമാരുൾപ്പെടെ പരാതികൾ പറഞ്ഞില്ലേ? നിങ്ങൾ എന്നിട്ട് ആ ഡോക്ടറെ വരട്ടാൻ നോക്കി, ഭയപ്പെടുത്താൻ നോക്കി. എന്നിട്ടും ഇപ്പോൾ കാര്യങ്ങളെല്ലാം പുറത്തു വരുന്നുണ്ടല്ലോ. ഓരോ ആശുപത്രികളിൽ നിന്നും കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് അടിയന്തിരമായി ഈ കാര്യങ്ങൾ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. അമീബിക് മസ്തിഷ്ക ജ്വരം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതിൻ്റെ കൃത്യമായ പ്രോട്ടോക്കോളും കാര്യങ്ങളും ജനങ്ങളെ അറിയിച്ച് ജനങ്ങളെ ആശങ്കയിൽ നിന്നും ഉത്കണ്ഠയിൽ നിന്നും രക്ഷിക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു.